സെനഗലിന്റെ ഫുട്ബോൾ ചരിത്രത്തിൽ സ്വർണ്ണലിപികളിൽ എഴുതപ്പെട്ട ഒരു പേര്, ആഫ്രിക്കൻ ഫുട്ബോളിന്റെ അഭിമാനം. ഗോളുകളിലൂടെ മാത്രമല്ല മനുഷ്യത്വത്തിലൂടെയും ലോകം കീഴടക്കിയ താരം സെനഗലിന്റെ സുൽത്താൻ സാദിയോ മാനെ. ഗ്രാമത്തിൽ നിന്ന് ലോക ഫുട്ബോളിന്റെ നെറുകയിലേക്ക് എത്തിയ താരം സെനഗലിലെ ബാംബാലി എന്ന ഗ്രാമത്തിൽ നിന്നാണ് മാനെയുടെ സ്വപ്നയാത്രയ്ക്ക് തുടക്കം. ചെരുപ്പോ ബൂട്ടോ ഇല്ലാതെ കളിച്ച ബാല്യം, കുടുംബത്തിന്റെ എതിർപ്പിനെ മറികടന്ന് ഡാക്കറിലേക്ക് തന്റെ സ്വപ്നത്തിലേക്കുള്ള യാത്ര. അവിടെ നിന്നാണ് യൂറോപ്യൻ ഫുട്ബോളിലേക്കുള്ള വാതിൽ തുറന്നത്. ഫ്രാൻസിലെ മെറ്റ്സ് ക്ലബിലൂടെ യൂറോപ്യൻ അരങ്ങേറ്റം, പിന്നീട് ഓസ്ട്രിയയിലെ റെഡ് ബുൾ സാൾസ്ബർഗിലേക്ക്. മാനെയുടെ വേഗതയും ഗോളടിയും കണ്ട യൂറോപ്പിലെ വമ്പൻ ക്ലബ്ബുകൾ തങ്ങളുടെ കൂടാരത്തിലെത്തിക്കാൻ ശ്രമിച്ചെങ്കിലും നെറുക്ക് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ് സതാംപ്ടനെ. ദി സെയിൻസിന്റെ ജേഴ്സി അണിഞ്ഞപ്പോൾ ചരിത്രം തിരുത്തി. 2 മിനിറ്റ് 56 സെക്കൻഡിൽ പ്രീമിയർ ലീഗിലെ ഏറ്റവും വേഗമേറിയ ഹാട്രിക്. പിന്നാലെ സതാംപ്ടനിൽ നിന്ന് ലിവർപൂളിലേക്ക് രാജകീയ പ്രവേശനം. ലിവർപൂളിന്റെ ചുവന്ന ജേഴ്സിയിൽ സാദിയോ മാനെ വെറും താരമല്ലായിരുന്നു, ഒരു യുഗമായിരുന്നു. സലയും ഫിർമനയ്ക്കും ഒപ്പം മാനെ കൂടി ചേർന്നതോടെ ലോകം പയന്ന ആക്രമണ നിര. ചാമ്പ്യൻസ് ലീഗ്, പ്രീമിയർ ലീഗ്, FA കപ്പ്, ലീഗ്സ് കപ്പ് എന്നീ കിരീടങ്ങളും നേടി. ആൻഫീൽഡിൽ ഗോളുകൾ മാത്രമല്ല ചരിത്രം തന്നെ മാറ്റിയെഴുതി മാനെ. ക്ലബ് ഫുട്ബോളിൽ ലോകം കീഴടക്കിയെങ്കിലും മാനെയുടെ യഥാർത്ഥ രാജകീയത തെളിഞ്ഞത് സെനഗൽ ജേഴ്സിയിൽ. ദേശീയ ടീമിനൊപ്പം നീണ്ട കാത്തിരിപ്പിന് ശേഷം 2021 ആഫ്രിക്കൻ കപ്പ് ഓഫ് നേഷൻസ് കിരീടം ചൂടി. ഫൈനലിലെ നിർണായക പെനാൾട്ടി ഗോളാക്കി സെനഗലിന്റെ ആദ്യ ആഫ്കോൺ കിരീടം. ആ ജയത്തോടെ ഒരു രാജ്യം മുഴുവനും ഒറ്റ ശബ്ദത്തിൽ വിളിച്ചു സെനഗലിന്റെ സുൽത്താൻ എന്ന്. ലോകകപ്പിലും സെനഗലിന്റെ മുഖമായിരുന്നു മാനെ. പരിക്കുകൾ മറികടന്ന് സെനഗലിന്റെ നായകൻ വേഷമണിഞ്ഞ മാനെ ആഫ്രിക്കൻ ഫുട്ബോളിന്റെ ശബ്ദമായി മാറി. 2025 വീണ്ടും സെനഗൽ ആഫ്കോൺ കിരീടമുയർത്തിയപ്പോൾ നിറഞ്ഞു നിന്നത് മാനെ തന്നെ. കിരീടവുമായി സെനഗലിലെത്തിയ അവരുടെ സുൽത്താന് ലഭിച്ചത് ആവേശോജ്വല സ്വീകരണം. ഗോളുകളും കിരീടങ്ങളും മാത്രമല്ല സാദിയോ മാനെയെ വ്യത്യസ്തനാക്കുന്നത്. ലക്ഷറി ജീവിതം വേണ്ടെന്ന് വെച്ച് താരം സ്വന്തം ഗ്രാമത്തിനായാണ് ജീവിക്കുന്നത്. ബാംബാലിയിൽ ആശുപത്രി, സ്കൂൾ, ഫുട്ബോൾ അക്കാദമി, പാവപ്പെട്ടവർക്ക് വീട്, മാസം തോറും സാമ്പത്തിക സഹായം. ഒരിക്കൽ മാധ്യമപ്രവർത്തകൻ ചോദിച്ച ചോദ്യത്തിന് തനിക്ക് 10 കാറുകൾ വേണ്ട, സ്വർണ്ണ വാച്ചുകൾ വേണ്ട, തന്റെ ജനങ്ങൾക്ക് ഒരു നല്ല ജീവിതം മതി എന്നായിരുന്നു മാനെയുടെ മറുപടി. ലിവർപൂളിന് ശേഷം ബയൺ മ്യൂണിക്കിലേക്ക് എത്തിയ താരം അവിടെയും ലീഗ് കിരീടം ചൂടി. പിന്നീട് സൗദി പ്രോ ലീഗിൽ റൊണാൾഡോയ്ക്കൊപ്പം അൽ നസറിൽ കളിച്ച് തന്റെ ക്ലാസ് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. സാദിയോ മാനെ ഒരു ഫുട്ബോളറല്ല, ഒരു ഗ്രാമത്തിന്റെ പ്രതീക്ഷയാണ്. ലോകവേദികളിലേക്ക് എത്തുമ്പോഴും മനുഷ്യത്വം കൈവിടാതെ ജയം നേടിയ സെനഗലിന്റെ ഒരേ ഒരു സുൽത്താൻ.